നമസ്കാരം. ഈശ്വരവിശ്വാസം, ദൈവവിശ്വാസം എന്തുകൊണ്ടും നല്ലതാണ്. കാരണം ഒരു മനുഷ്യനെ തെറ്റുകളിൽ നിന്ന് ഒരു പരിധി വരെ ഒഴിഞ്ഞു നടക്കാൻ ഈശ്വരവിശ്വാസം പ്രേരിപ്പിക്കും. കാരണം ദൈവത്തിൻ്റെ ശിക്ഷ തങ്ങൾക്ക് കിട്ടും എന്നുള്ള ഒരു ഭയമുള്ളതുകൊണ്ട് പലരും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊരാളെ വേദനിപ്പിക്കുന്നതിൽ നിന്നോ ദ്രോഹിക്കുന്നതിൽ നിന്നോ ഒക്കെ ഒഴിഞ്ഞു നടക്കും. അതുകൊണ്ട് ഈശ്വരവിശ്വാസം എന്തുകൊണ്ടും നല്ലതാണ്. പലരും നിരീശ്വരവാദികളായിട്ടൊക്കെ വലിയ രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് ഈശ്വരനിൽ വിശ്വസിച്ചത് കൊണ്ട് എന്താണ് നഷ്ടമുണ്ടാകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അന്ധവിശ്വാസത്തെ എതിർത്തേ മതിയാകൂ. അന്ധവിശ്വാസം തീർത്തും തെറ്റ് തന്നെയാണ്. പക്ഷേ വിശ്വാസം ഒരു തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. ശബരിമല വിഷയം, ഈ ശബരിമല എന്ന് പറയുമ്പോൾ ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം, ഹൈന്ദവർ മാത്രമല്ല നിരവധി മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ശബരിമല സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയൊരു പുണ്യക്ഷേത്രമാണ് ശബരിമല. ശബരിമലയ്ക്ക് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് പ്രത്യേകതകളുണ്ട്. അവിടെ യുവതീ പ്രവേശനം അനുവദിക്കില്ല. അതായത് ഒരു നിശ്ചിത പ്രായത്തിന് ഇടയിലുള്ള യുവതികൾക്ക് അവിടെ പ്രവേശിക്കാൻ കഴിയില്ല. അതൊക്കെ ആചാരത്തിൻ്റെ ഭാഗമാണ്. ഓരോ മതങ്ങളിലും ഓരോ വിശ്വാസ സമൂഹത്തിലുമൊക്കെ അവരുടേതായ ആചാരങ്ങളുണ്ട്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് 2018 ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ടായത്. ഈ വിധി വന്ന് മണിക്കൂറുകൾക്കകം തന്നെ സന്നിധാനത്ത് യുവതികളെ കയറ്റാനുള്ള ശ്രമം CPM തുടങ്ങിയിരുന്നു. പിന്നീട് വിശ്വാസികളൊക്കെ അതിനെ വലിയ രീതിയിൽ എതിർത്തു. അതിനുശേഷമാണ് ഒരു സുപ്രഭാതത്തിൽ, ഒരു പുലർച്ചെ 2 വനിതാ ആക്ടിവിസ്റ്റുകളെ പോലീസിൻ്റെ സംരക്ഷണത്തിൽ പിണറായി വിജയൻ്റെ സർക്കാർ സന്നിധാനത്ത് എത്തിച്ചത്. അതിനുശേഷം പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനു പിന്നിൽ പ്രവർത്തിച്ചവർക്കാർക്കും പിന്നീട് സ്വൈര്യം കിട്ടിയിട്ടില്ല. അത് അയ്യപ്പൻ്റെ ശക്തിയാണോ അതോ മറ്റെന്തെങ്കിലും കാര്യം കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാനൊരു ദൈവവിശ്വാസിയായതുകൊണ്ട് അത് ദൈവത്തിൻ്റെ ഒരു ശിക്ഷയായി കാണാനാണ് എനിക്കിഷ്ടം. അതെന്തോ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞു തുടങ്ങിയ കാര്യത്തിന് മുന്നോടിയായിട്ടാണ് ഈ കാര്യം പറയുന്നത്. എന്തായാലും പറഞ്ഞു വന്നതിലേക്ക് പിന്നീട് വരാം. ഇപ്പോൾ പറയാൻ തുടങ്ങിയതിനെക്കുറിച്ച് പറയാം. മുരാരി ബാബു മുൻ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായി 3 മാസത്തോളം അദ്ദേഹം ജയിലിലായിരുന്നു. പിന്നീട് സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങി. ആ മുരാരി ബാബു 54 വയസ്സായിരുന്നു. ഇന്ന് അദ്ദേഹം മരിച്ച വാർത്തയാണ് പുറത്തു വരുന്നത്. അദ്ദേഹം 94 പോലീസുകാരനായി സർവീസിൽ കയറിയതാണ്. പക്ഷേ പരിശീലനം പൂർത്തിയാക്കാതെ വന്നിട്ടാണ് പിന്നീട് ദേവസ്വം ബോർഡിൽ ക്ലർക്കാകുന്നത്. അവിടെ നിന്ന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററായി. അദ്ദേഹത്തിൻ്റെ കാലത്താണ് സ്വർണ്ണക്കൊള്ള കേസ് നടക്കുന്നത്. പിന്നീട് പ്രതിയായി ജയിലിൽ പോകുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. പുറത്തിറങ്ങിയതിനു ശേഷം ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതലൊന്നും കേൾക്കാനുണ്ടായിരുന്നില്ല. ഇപ്പോൾ അർബുദബാധിതനായി. കരളിൽ അദ്ദേഹത്തിന് ആദ്യം തന്നെ അർബുദം ഉണ്ടായിരുന്നു. ആ അർബുദവും പിന്നീട് ഈ ജയിലിലായതിൻ്റെ മാനസിക സംഘർഷവും ഒക്കെ കൊണ്ടാണ് അദ്ദേഹം ഇത്ര വേഗം മരിച്ചതെന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരൊക്കെ പറയുന്നത്. എന്തായാലും മരണം ആരെയും വിശുദ്ധരാക്കുന്നില്ല. ആരുടെയും മരണത്തിൽ ആരും സന്തോഷിക്കേണ്ടതുമില്ല. പക്ഷേ ഈശ്വരൻ്റെ ഒരു ശിക്ഷയെക്കുറിച്ച് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറയുന്നതാണ്. ഇനി നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് വരാം. അതായത് ശബരിമലയിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അന്ന് പ്രവർത്തിച്ചവർക്കെല്ലാം പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. അന്ന് 2 വനിതാ ആക്ടിവിസ്റ്റുകൾ ബിന്ദു അമ്മണിയും കനകദുർഗയുമാണ് പോലീസിൻ്റെ ഒത്താശയോടുകൂടി സന്നിധാനത്ത് കയറിയത്. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടു. കനകദുർഗയെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അവർ മറ്റൊരാളെ വിവാഹം കഴിച്ച് എവിടെയോ താമസിക്കുകയാണ്. പിന്നീട് ബിന്ദു അമ്മണിക്ക് കേരളത്തിൽ പോലും നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ബസ്സുകളിൽ പോലും അവരെ കയറ്റാറില്ലായിരുന്നു എന്നും ബസ്സിന് കൈ കാണിച്ചാൽ തന്നെ ബസ് ഒരുപാട് ദൂരെയാണ് കൊണ്ട് നിർത്തുകയും പിന്നീട് താൻ ഓടി അവിടെ എത്തുമ്പോൾ ബസ് എടുത്തുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്യുന്നു എന്നൊക്കെ ബിന്ദു അമ്മണി പരിഭവപ്പെട്ടിരുന്നു. എന്തായാലും അവരിപ്പോൾ ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിക്കുകയാണ്. പിന്നീട് ശബരിമല കയറാൻ വന്ന മറ്റൊരാളാണ് രഹിന ഫാത്തിമയ്ക്ക് അവരുടെ BSNL ഉണ്ടായിരുന്ന ജോലി ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടു. അവരുടെ പങ്കാളിയായിരുന്ന മനോജ്, അദ്ദേഹം ഒരു യാത്രക്കിടയിൽ പഞ്ചാബിൽ വെച്ച് ബൈക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. വയറിന് ക്ഷതമേറ്റു. പിന്നീട് രഹിന ഫാത്തിമയുമായി പിരിഞ്ഞു. മറ്റൊരു സ്ത്രീയോടൊപ്പമായിരുന്നു താമസം. പിന്നെ അയാൾ ഈയിടയ്ക്ക് ഇന്നലെയോ മെനഞ്ഞാന്നോ മറ്റോ അയാളും മരണപ്പെട്ടു. പിണറായി വിജയൻ്റെ ജീവിതത്തിലും സംഭവിച്ചത് നമ്മൾ കണ്ടതാണ്. അധികാരം നഷ്ടപ്പെട്ടു. അതായത് യുവതീ പ്രവേശനത്തിന് ശേഷം 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ CPMന് തൃപ്തിപ്പെടേണ്ടി വന്നു. അതിനുശേഷം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചെങ്കിലും അത് വിജയിക്കുന്നതിനേക്കാൾ ഭീകരമായിരുന്നു 2026 തോൽവി എന്ന് പറയുന്നത്. പിണറായി വിജയൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി, മകളുടെ മാസപ്പടി കേസിൽ ഉൾപ്പെടെ അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി, അതൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളവും ശബരിമലയുമായി ബന്ധപ്പെട്ട് വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് ഈ മുരാരി ബാബുവിനെ കുറിച്ചാണ്, അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചാണ്. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അട്ടിമറിക്കാൻ പോകുന്നു എന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട്, എന്തായാലും നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് അവർക്കൊക്കെ രക്ഷപ്പെടാൻ കഴിഞ്ഞാലും അയ്യപ്പൻ്റെ പിടിയിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. അതങ്ങനെയാണ്.
അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കണം, എങ്ങനെ വിശദീകരിക്കണം എന്നൊന്നും എനിക്കറിയില്ല. അത് ഇവിടെ പറയുന്നത് ശരിയാണോ എന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ശബരിമലയുമായി ബന്ധപ്പെട്ട് അവിടെ ദ്രോഹപ്രവൃത്തികൾ ചെയ്ത, അവിടെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്ത ആർക്കും പിന്നീട് സമാധാനമുണ്ടായിട്ടില്ല. അവരുടെ ജീവിതത്തിൽ തകർച്ചകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഈ മുരാരി ബാബുവിൻ്റെ മരണം അത് തെളിയിക്കുകയാണ്. ഇനിയും നിരവധി പേർക്ക് ഇത്തരത്തിലുള്ള അനുഭവം കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ.